ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ചാനൽ. അപ്പോൾ നമ്മുടെ ഏപ്രിൽ 1 തൊട്ട് നമ്മുടെ UPIന്റെ കുറച്ച് റൂൾസ്, കുറച്ചെന്ന് പറയാൻ പറ്റില്ല, മെയിനായിട്ട് ഒരു മെയിൻ ചേഞ്ചസ് വരാൻ പോകുന്നുണ്ട്. അതായത് പ്രത്യേകിച്ച് സെക്യൂരിറ്റി ഫീച്ചേഴ്സ് വെച്ചിട്ടാണ് ആക്ച്വലി ഇപ്പോൾ NPCI ഇത് ഇംപ്ലിമെന്റ് ചെയ്തേക്കുന്നത്. ഏപ്രിൽ 1 തൊട്ട് ഇത് നിലവിൽ വരും കേട്ടോ. അപ്പോൾ നിങ്ങളൊരു UPI യൂസർ ആണെങ്കിൽ ഇത് ശ്രദ്ധിക്കാൻ മറക്കണം. എന്ന് വെച്ചാൽ നിങ്ങൾക്ക് അറിയില്ലല്ലോ, ഇപ്പോൾ ഇന്ത്യയിൽ ഭയങ്കര UPI ട്രാൻസാക്ഷനും അതുപോലെ തന്നെ UPIന്റെ കസ്റ്റമേഴ്സും ഒക്കെ ഭയങ്കരമായിട്ട് കൂടുതലാണ്. എന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു ദിവസത്തെ കണക്കെടുത്ത് കഴിഞ്ഞാൽ, അതായത് ഒരു 100 പേര് ഇപ്പോൾ ഒരു ട്രാൻസാക്ഷൻ ചെയ്യാൻ പോകുന്നുണ്ടെങ്കിൽ അതിൽ 99 ആൾക്കാരും UPI ട്രാൻസാക്ഷൻ ഉപയോഗിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്പർ ഓഫ് ട്രാൻസാക്ഷൻ ഡെയിലി കൂടുകയാണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ സെക്യൂരിറ്റി കണക്കെടുത്തതും നിങ്ങൾക്ക് അറിയില്ല, ഇപ്പോൾ ഇഷ്ടംപോലെ സൈബർ കേസും സംഭവങ്ങളൊക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് തന്നെ ഇപ്പോൾ അതിൻ്റെ ഒരു NPCIയും അതുപോലെ തന്നെ RBI ഒക്കെ ഇപ്പോൾ UPIന്റെ ട്രാൻസാക്ഷനൊക്കെ കുറച്ചും കൂടി സേഫ് ആക്കാനും അങ്ങനത്തെ കുറേ മെഷേഴ്സ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിലത്തെ ഒരെണ്ണം വേണമെങ്കിൽ ഇതിനെ പറയാം, ഏപ്രിൽ 1 തൊട്ട് വരാൻ പോകുന്നത്. അതെന്താ നമുക്ക് പറയാം. അപ്പോൾ അതിന് മുമ്പ് നമ്മുടെ 2 ചാനൽസ് മാത്രമേ പോയി കണ്ടു നോക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഫ്രണ്ട്സിലേക്ക് വേണ്ടി ഒന്ന് ഷെയർ ചെയ്യുക. എന്തെങ്കിലും അംശങ്ങളൊക്കെ എന്നെ കമന്റ് ചെയ്താൽ മതി, നമ്മളെല്ലാ കമന്റ് പോകുന്നതാണ്. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണാൻ ഞാൻ പരാജയം, ഞാനൊരു ഫൈനാൻഷ്യൽ അനലിസ്റ്റാണ്. നമ്മൾ ടെക്കിലും ഫൈനാൻസിലും എക്സ്പീരിയൻസ് ആണ്, ക്വാളിഫൈഡ് ആണ് കേട്ടോ. അതുപോലെ തന്നെ നമുക്ക് നിങ്ങൾ ഇൻസ്റ്റാഗ്രാം പേജും ടെലിഗ്രാം ചാനലും നിങ്ങൾക്ക് വേണമെങ്കിൽ കമൻറ്റ് ചെയ്യാൻ, പേജ് അടിച്ചാൽ മതി. ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കാര്യങ്ങളൊക്കെ ഞാൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് ഇതിൻ്റെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ അതിൽ മെയിനായിട്ട് ചേഞ്ചസ് വന്നേക്കുന്നത് നിങ്ങൾക്ക് അറിയായിരിക്കും. ഇപ്പോൾ നമ്മുടെ മൊബൈൽ നമ്പർ ഡീആക്ടിവേറ്റ് ആവാൻ വലിയ പാടൊന്നുമില്ല. അതായത് ഇപ്പോൾ മൊബൈൽ നമ്പർ ഇന്നാക്റ്റീവ് ആവാൻ ഒരു 2-3 മാസം നിങ്ങൾ വെറുതെ വെച്ചാൽ മതി. റീചാർജ് ചെയ്യാനൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഈസി ആയിട്ട് തന്നെ മൊബൈൽ നമ്പർ ഡീആക്ടിവേറ്റ് ആവും. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ നിങ്ങൾക്കൊരു UPI അക്കൗണ്ട് ഉണ്ട്, അതിൽ ഇന്നാക്റ്റീവ് ആയിട്ടുള്ള ഒരു മൊബൈൽ നമ്പറാണ് ലിങ്ക്ഡ് ആണെന്നുണ്ടെങ്കിൽ ആ UPI അക്കൗണ്ടും ഇപ്പോൾ ബാങ്ക് ക്ലോസ് ചെയ്യൂട്ടാം. അപ്പോൾ നിങ്ങൾക്ക് പിന്നെ ആ UPI സർവീസ് എടുക്കാൻ പറ്റില്ല, ക്രെഡിറ്റും കിട്ടില്ല, ഡെബിറ്റും കിട്ടില്ല. അതായത് നിങ്ങൾക്ക് ഇപ്പോൾ ആരെങ്കിലും അതികൂടെ സ്ഥിരമായിട്ട് അല്ലെങ്കിൽ ആരെങ്കിലും അതികൂടെ എമൗണ്ട് അയക്കാനുണ്ടെങ്കിൽ പക്ഷെ നിങ്ങൾക്ക് കിട്ടില്ല. എന്താ വെച്ചാൽ ആ UPI അക്കൗണ്ട് തന്നെ ഡീആക്ടിവേറ്റ് ആയിട്ടുണ്ടായിരിക്കും. അതാണ് മെയിൻ ചേഞ്ചസ് വന്നിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ UPI റൂൾസ് ഇഫക്റ്റീവ് ഫ്രം ഏപ്രിൽ 1 എന്ന് പറയുന്നത് ഇത് എല്ലാത്തിനും ബാധകമാട്ടോ. അതായത് ഗൂഗിൾ പേ, ഫോൺ പേ, Paytm എല്ലാ യൂസേഴ്സിനും ബാധകമാണ്. ഇഫ് യുവർ UPI ലിങ്ക്ഡ് മൊബൈൽ നമ്പർ ഹാസ് നോട്ട് ബീൻ ഇൻ യൂസ് ഫോർ ആൻ എക്സ്റ്റൻഡഡ് പീരീഡ്, ഇറ്റ് മേ ബി ഡീആക്ടിവേറ്റഡ് ഫ്രം യുവർ ബാങ്ക് അക്കൗണ്ട് ലീഡിംഗ് ടു സസ്പെൻഷൻ ഓഫ് UPI സർവീസ്. അതാണ് നമ്മളിപ്പോൾ പറഞ്ഞിട്ടാ. അപ്പോൾ ഇതിൽ എന്തൊക്കെയാണ് നമ്മൾ നോക്കേണ്ടതെന്ന് വെച്ചാൽ, നിങ്ങൾ UPI ലിങ്ക്ഡ് മൊബൈൽ നമ്പർ ആക്റ്റീവ് ആണോ ശ്രദ്ധിക്കാൻ മറക്കണ്ട. അതാണ് ആദ്യം ചെയ്യേണ്ട സംഭവം. അതുപോലെ തന്നെ രണ്ടാമത്തെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട സംഭവം വെച്ചാൽ, നിങ്ങളുടെ മൊബൈൽ നമ്പർ എന്താ പറയുക അപ്ഡേറ്റ് ചെയ്ത് വെക്കുക. നിങ്ങളുടെ പുതിയ മൊബൈൽ നമ്പർ ആണെങ്കിൽ അത് അപ്ഡേറ്റ് ചെയ്ത് വെക്കുക, അക്കൗണ്ട് നമ്പറോ അല്ലെങ്കിൽ ആ അക്കൗണ്ടിൽ വെച്ചിട്ട് അപ്ഡേറ്റ് ചെയ്ത് വെക്കുക. പിന്നെ നിങ്ങൾക്ക് എന്താ പറയുക, ഇതുപോലെ തന്നെ നമ്മുടെ എന്താ പറയുക ഈ 2-3 സ്റ്റെപ്സുകൾ ഫോളോ ചെയ്തിട്ട് നിങ്ങൾക്കറിയില്ല, ഇപ്പോൾ UPI വഴിയാണ് ഇഷ്ടംപോലെ സൈബർ ഫ്രോഡുകൾ വരുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് ഇതുകൊണ്ടൊക്കെ തന്നെ കുറേയൊക്കെ കുറയ്ക്കാൻ പറ്റും. എന്ന് വെച്ചാൽ ഫുൾ മൊബൈൽ നമ്പർ ലിങ്ക് ആയിട്ടുള്ള സംഭവം വെച്ചാണല്ലോ പരിപാടി നടക്കുന്നത്. സ്വിം സാപ്പിങ്ങും അങ്ങനത്തെ ഇഷ്ടംപോലെ സംഭവങ്ങൾ നടക്കുന്നുള്ളൂ. അപ്പോൾ എപ്പോഴും നിങ്ങളുടെ മൊബൈൽ നമ്പർ, പ്രത്യേകിച്ച് ബാങ്ക് ലിങ്ക്ഡ് ആയിട്ടുള്ള മൊബൈൽ നമ്പർ എപ്പോഴും അപ്ഡേറ്റ് ആയിട്ടും അതുപോലെ തന്നെ KYC അപ്ഡേറ്റ് ആക്കും. അതുപോലെ തന്നെ അത് ആക്റ്റീവ് ആണെന്ന് ചെക്ക് ചെയ്യാൻ എനിക്ക് എന്തൊന്നും മറക്കരുത്. അതുപോലെ തന്നെ അത് നിങ്ങൾക്ക് OTP വരുന്നുണ്ടോ സംഭവമൊക്കെ ചെക്ക് ചെയ്തൊക്കെ മറക്കണം. വെച്ചാൽ കുറേ പേരിൽ അങ്ങനെ സ്വിം സാപ്പിംഗ് ഒക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ എപ്പോഴും ഈ സാധനം ശ്രദ്ധിക്കാൻ മറക്കണ്ട. മൊബൈൽ നമ്പർ, പ്രത്യേകിച്ച് നിങ്ങളുടെ മൊബൈൽ നമ്പർ ബാങ്കായിട്ട് ലിങ്ക്ഡ് ആണെങ്കിൽ ഇമ്പോർട്ടൻറ്റ് സംഭവമാണ്. അത് പോയി കഴിഞ്ഞാൽ ഫുൾ പണി കിട്ടും. അതായത് നിങ്ങളുടെ അക്കൗണ്ടിലത്തെ ക്യാഷും പോവും, ക്രെഡിറ്റ് കാർഡ് ആണെങ്കിൽ അതിൻ്റെ ക്യാഷും പോവും, എല്ലാ സംഭവം. എന്ന് വെച്ചാൽ OTP ഫുൾ അതിലാണല്ലോ വരിക. അപ്പോൾ അത് ശ്രദ്ധിച്ച് വയ്ക്കാൻ മറക്കണ്ട കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. അടുത്ത കാണാം. ബൈ.